വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സഹായിക്കുന്ന 3 മാജിക്കൽ ടിപ്സിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എഫേർട്ടും ഇടാതെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന 3 ടിപ്സാണിത്. ഇത് നല്ലതുപോലെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുവെന്ന് പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വാളിറ്റിയുള്ള ഒരു അണ്ടവും ക്വാളിറ്റിയുള്ള ഒരു ബീജവും കൂടി ചേരുമ്പോഴായിരിക്കും നമുക്ക് അവിടെ ഒരു ഭ്രൂണം ഡെവലപ്പ് ആവുന്നത്. അതായത് ഒരു കുഞ്ഞിൻ്റെ ഒരു ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റേജ് നമുക്ക് ഡെവലപ്പ് ആവുന്നത് ക്വാളിറ്റി ഉള്ള ഒരു അണ്ടത്തിൽ നിന്നും ബീജത്തിൽ നിന്നുമാണ്. അണ്ടത്തിനും ബീജത്തിനും ക്വാളിറ്റി ഉണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ടേക്കുള്ള ഓരോ സമയത്തും കുഞ്ഞിലോട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ നറിഷ് ചെയ്യുന്നതിനും കുഞ്ഞിനെ നറിഷ് ചെയ്യുന്നതിനും ഭാഗത്തിനുള്ള ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിലോട്ട് എത്തുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവില്ല. സാധാരണയായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റുകൾ എടുത്ത് മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രഗ്നൻസി ആകുന്നവരും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടാണെങ്കിലും പ്രഗ്നൻസി ആകുന്നു എന്ന് പറയുന്നവര് പിന്നീട് അങ്ങോട്ടേക്ക് ചെയ്യാൻ മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് അല്ലാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് നമ്മൾ ശരീരത്തിന് കൊടുത്ത ആ ഒരു സപ്പോർട്ട് പിന്നീട് അങ്ങോട്ടേക്കും ശരീരത്തിന് കൊടുക്കാതെ വരുമ്പോഴാണ് പലർക്കും പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ടേക്ക് പോകാതിരിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട്, ചേച്ചി ടിപ്സ് എല്ലാം ഫോളോ ചെയ്തു, ഞങ്ങൾ പ്രഗ്നന്റ് ആയി, കുറെ നാളുകൾക്ക് ശേഷം ആ പ്രഗ്നൻസി നഷ്ടമായി പോയി എന്ന് പറയുന്നവരുണ്ട്. നോർമലി നമ്മൾ ട്രീറ്റ്മെന്റുകൾ എടുത്ത് പ്രഗ്നന്റ് ആകുന്ന ആളുകളും അതുപോലെ തന്നെ ഒരുപാട് നാളത്തെ ട്രീറ്റ്മെന്റുകളൊന്നും ഇല്ലാതെ നാച്ചുറലി ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻസി ആകുന്ന ആളുകളും ആ പ്രഗ്നൻസിയെ ഒരു പ്രഷ്യസ് പ്രഗ്നൻസി ആയിട്ടാണ് കാണേണ്ടത്. ഈ സമയം മുതൽ, അതായത് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ ആ ഒരു 9 മന്ത്സ് നമ്മൾ ത്രൂ ഔട്ട് ശരീരത്തിന് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ ആ പ്രഗ്നൻസി അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് നഷ്ടമാകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അത് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനം നമ്മൾ തുടങ്ങേണ്ടത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽക്ക് തന്നെയാണ്. ആ സമയത്ത് ഒരു 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് ആ പ്രഗ്നൻസി 9 മന്ത്സ് സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ടേക്ക് പോകാനായിട്ട് അത് സഹായിക്കും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ആ ഒരു പാദം, അത് നമ്മൾ ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത്. പാദത്തിൽ നിന്നിട്ടുള്ള ആ ഒരു കണക്ഷൻ വെച്ചിട്ട് നമ്മളുടെ ശരീരത്തിന്റെ താപനിലയെ അത് ഒരുപാട് അഫക്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഫീറ്റ് അല്ലെങ്കിൽ നമ്മുടെ പാദം കോൾഡ് ആണെങ്കിൽ അത് നമ്മളുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനത്തിനെയും ബ്ലഡ് സർക്കുലേഷനെയും ഒക്കെ സാരമായിട്ട് തന്നെ ബാധിക്കും. റിഫ്ലക്സോളജി എന്ന് പറയുന്ന ഒരു ടേമിനെ പറ്റി നമ്മുടെ വീഡിയോസിൽ കേട്ടിട്ടുള്ള ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാരണം ഒരുപാട് ശരീര അവയവങ്ങൾ വന്ന് എൻഡ് ചെയ്യുന്നത് ഈ ഒരു പോർഷനിലാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗം നമ്മൾ കോൾഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഫീറ്റ് കോൾഡ് ആണ്, നമ്മുടെ യൂട്രസും അതുപോലെ നമ്മളുടെ ബാക്കിയുള്ള ശരീര ഭാഗങ്ങളും ഒക്കെ വാം ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ യൂട്രസ് കോൾഡ് ആണെങ്കിൽ അത് ബ്ലഡ് സർക്കുലേഷനെയും അതുപോലെ തന്നെ നമ്മളുടെ പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകുന്നതിനെയും അഫക്ട് ചെയ്യും. അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഫീറ്റ് എപ്പോഴും വാം ആയിട്ട് കൊണ്ടു നടക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവരുടെയും വീടുകളിൽ ഇപ്പോൾ ടൈലുണ്ട്, മാർബിൾ ഉണ്ട്, ഗ്രാനൈറ്റ് ഉണ്ട്. ഈ ഒരു താപനിലയിൽ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ടൈലിലൊക്കെ തണുപ്പുണ്ടാകും. ചിലപ്പോഴൊക്കെ ഭയങ്കര ചൂടായിരിക്കും. നമ്മൾ വെയിലുള്ള സമയത്ത് ആ ഒരു ടെമ്പറേച്ചർ ആ ഒരു ടൈലിലോ മാർബിളിലോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ചൂടായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ചിലപ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിനനുസരിച്ച് ടെമ്പറേച്ചർ നമുക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഈ പാദത്തിൽ പാദം നമ്മൾ തറയിൽ ഇങ്ങനെ ചവിട്ടി കുറെ നേരം നിൽക്കുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചറിലും വ്യത്യാസം വരാറുണ്ട്. ഇങ്ങനെ വ്യത്യാസം വരുമ്പോഴേക്കും അത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനെയും അഫക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് വീട്ടിൽ നിൽക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ കാല് വെറും തറയിൽ ചവിട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി വേറെ സ്ഥലങ്ങളിലൊന്നും അല്ല, നിങ്ങളുടെ വീടിനകത്ത് ടൈലോ മാർബിളോ ഗ്രാനൈറ്റോ ഇട്ടിട്ടുണ്ടെങ്കിൽ വെറും കാല് നിങ്ങൾ ചവിട്ടി നടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പീരിയഡ്സിന്റെ സമയത്തൊന്നും നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ കൂടി തന്നെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ അത് മസ്റ്റായിട്ട് ചെയ്യുക. അതുപോലെ രാത്രി ഉറങ്ങുന്ന സമയത്താണെങ്കിലും കാല് ഒരുപാട് തണുക്കാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കാതിരിക്കുക. കാലിൽ സോക്സ് ധരിക്കുന്നതോ അല്ലെങ്കിൽ കട്ടിയായിട്ടുള്ള പുതപ്പ് കാലിൽ വിരിച്ചിട്ട് കിടന്നുറങ്ങുന്നതോ എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഉറങ്ങുന്ന സമയത്ത് പൊസിഷൻ മാറുന്ന ആളുകൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും പുതപ്പ് വല്ലയിടത്തും കാല് വല്ലയിടത്തും കിടക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാതെ സോക്സ് ധരിക്കുക. കാരണം സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സോക്സ് ധരിച്ച് കിടക്കുന്നത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്ന് പറയുന്നത്. ബ്ലഡ് സർക്കുലേഷൻ കുഞ്ഞിലോട്ട് കുറയുന്നത് കൊണ്ടാണ് പലർക്കും പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ടേക്ക് പോകാത്തത്. അതുകൊണ്ട് ഒരു തവണ അബോർഷൻ ഒക്കെ ഉണ്ടായിട്ടുള്ള ആളുകൾ ഇക്കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ.
രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഗ്രീൻ ടീ കുടിക്കുക എന്ന് പറയുന്നത്. ഗ്രീൻ ടീ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് പോകുന്നതിനും സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം ഒരു കപ്പെങ്കിലും ഗ്രീൻ ടീ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്യുവർ ആൻഡ് ലൈറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫ്ലേവറുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ഫ്ലേവർ നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലിപ്ടൺ ഗ്രീൻ ടീ പ്യുവർ ആൻഡ് ലൈറ്റ് ബാക്കിയുള്ള കണ്ടൻസ് ഒന്നും അടങ്ങാത്ത നല്ലൊരു ഗ്രീൻ ടീ പാക്കാണ്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കുക. ഒരു ദിവസം ഒരു കപ്പെങ്കിലും ഗ്രീൻ ടീ നിങ്ങൾ കുടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചായയോ കാപ്പിയോ കുടിക്കുന്നവർ അത് മാറ്റിയതിനു ശേഷം ഗ്രീൻ ടീയിലോട്ട് കടക്കുന്നതും നല്ലതായിരിക്കും. ഇത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ശരീരത്തിൽ ബാക്കിയുള്ള ഫാറ്റ് ടിഷ്യൂസ് ഒക്കെ അടഞ്ഞുകൂടുന്നത് പ്രിവെന്റ് ചെയ്യാനും നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവുന്നതിനും പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകുന്നതിനും സഹായിക്കുന്നുണ്ട് കേട്ടോ. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയേണ്ട കാര്യമാണ് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് പേര് അറിഞ്ഞോ അറിയാതെയോ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറച്ച് കളയുന്നുണ്ട്. നമ്മൾ ശരീരത്തിൽ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനെ അഫക്റ്റ് ചെയ്യും. നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് കഴിച്ചാലോ മാതളനാരങ്ങ കഴിച്ചാലോ ഇതുപോലെ ഗ്രീൻ ടീ കുടിച്ചാലോ അല്ലെങ്കിൽ കോൾഡ് ആയിട്ടുള്ള ഫീറ്റിന് നമ്മൾ ഹെൽത്തി ആയിട്ട് പ്രൊട്ടക്ട് ചെയ്താലോ ഒന്നും നമുക്ക് അവിടെ പ്രഗ്നൻസി കിട്ടില്ല. നമ്മൾ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷന്റെ ഒരു പ്രവർത്തനവും അവിടെ അഫക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ നമുക്ക് സക്സസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആ സ്റ്റേജ് മുതൽ നമുക്ക് ആ ഒരു കുഞ്ഞിന് കൃത്യമായിട്ടുള്ള ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ എത്തണമെങ്കിൽ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടതിന്റെ ആവശ്യകതയും കൂടിയുണ്ട്. അതായത് പ്രഗ്നൻസി ആകുന്നതിന് മുൻപ് നിങ്ങൾ എത്രത്തോളം വെള്ളമാണോ കുടിച്ചിരുന്നത് അതിന്റെ ഇരട്ടി വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആകുന്ന സമയം മുതൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ബുദ്ധിമുട്ടാണ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറയുന്നതും ബാക്കിയുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് മെഡിസിൻസ് എടുക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതിനുമൊക്കെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും. യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ഗർഭസ്ഥ ശിശുവിനും നിങ്ങളുടെയും ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളെയും അത് സാരമായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.